മറ്റൊരു വാർത്ത വരുന്നത് പാലക്കാട് കാരാംകുറിശ്ശിയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും കത്തിനശിച്ചു. താഴത്തെ കല്ലടി യൂസഫിന്റെ കാറാണ് കത്തിനശിച്ചത്. വീടിനും നാശനഷ്ടങ്ങൾ ഉണ്ടായി. അപകട കാരണം വ്യക്തമല്ല. ഇക്ബാൽ അറയ്ക്കലുണ്ട്. ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇക്ബാൽ അല്പ ടെൻഷനുള്ള ദൃശ്യങ്ങളാണ്. സ്വാഭാവികമായി തീപടർന്നതാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ ഇക്ബാൽ അറയ്ക്കൽ? ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. അരുൺകുമാർ, തീർച്ചയായും അത്തരത്തിലൊരു ദുരൂഹത ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിനാണ് തീ പിടിച്ചത്. പാലക്കാട് കാരാകുറിശ്ശി കിളിരാനിയിലെ CPM ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള താഴത്തെ കല്ലടി യൂസഫിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന് തീ പിടിക്കുന്നു. പുലർച്ചോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ കാറിൽ തീ പിടിക്കുകയും പിന്നീട് പരിസരത്തുണ്ടായ ഒരു ഇരുചക്ര വാഹനത്തിലേക്ക് തീ പടർന്ന് പിന്നീട് നേരെ വീട്ടുപരിസരത്തേക്ക് ഈ തീ നീളുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയം ആക്കിയിട്ടുള്ളത്. പ്രാഥമിക പരിശോധനയിൽ ഈ കാറിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് എന്തായാലും അന്വേഷണം നടത്തുന്നുണ്ട്. കല്ലടിക്കോട് പോലീസാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു വീട്ടുമുറ്റത്ത് ഓണാക്കാതെ താനെ നിർത്തിയിട്ടിരുന്ന കാർ താനെ കത്തിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു സംശയവും ദുരൂഹതയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ കല്ലടിക്കോട് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ഇക്ബാൽ അറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. ദുരൂഹതകളുണ്ടോ എന്നുള്ളത് കൂടുതൽ അന്വേഷണത്തിലൂടെ നമുക്ക് ബോധ്യമാവേണ്ട കാര്യമാണ്. ഇവിടെ സമയം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂടുകാപ്പിയും ചൂടുവാർത്തയും വാർത്താവിശേഷങ്ങളുമായി